മിശിഹയിൽ സ്നേഹിക്കപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കൊച്ചുകുഞ്ഞുങ്ങളെ, ഇന്നത്തെ സുവിശേഷത്തിൽ പ്രധാന പുരോഹിതൻ പറയുന്ന ഒരു കാര്യം, അത് പ്രവചനാത്മകമായിട്ട് അദ്ദേഹം പറയുന്നതാണ് എന്ന് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ സാക്ഷ്യപ്പെടുത്തുകയാണ്. ജനത്തിനു വേണ്ടി മാത്രമല്ല, ചിതറിക്കിടക്കുന്ന ദൈവമക്കളെ ഒരുമിച്ച് കൂട്ടുന്നതിന് വേണ്ടിയും ജനം മുഴുവൻ നശിക്കാതിരിക്കുന്നതിനായി അവർക്ക് വേണ്ടി ഒരുവൻ മരിക്കുന്നത് യുക്തമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുമില്ല. ജോഷുവയുടെ പുസ്തകത്തിൽ ഇസ്രായേൽ ജനം കാനാൻ ദേശത്തേക്ക് വന്നു. അവർക്ക് 12 ഗോത്രങ്ങൾക്കും ഭൂവിഭാഗം ജോഷുവയുടെ നേതൃത്വത്തിൽ വീതിച്ചു കൊടുക്കപ്പെടുന്നു. അപ്പോൾ റൂബൻ, ദാൻ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ജോർദാൻ നദിയുടെ കിഴക്കേ ഭാഗത്താണ് താമസിച്ചിരുന്നത്. അവിടെ അവർ ഒരു ദേവാലയം പണിത് ആരാധന നടത്തുന്നു, ബലിയർപ്പണം നടത്തുന്നു. ഇത് ജോഷുവ അറിയുന്നു. ഒരു സ്ഥലത്ത് ബലിപീഠം പണിത് ബലിയർപ്പണം നടത്തുക എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ജനം വിഗ്രഹാരാധനയിലേക്ക് പോകുന്നു എന്നതിൻ്റെ ഒരു നാന്ദിയാണ്. അപ്പോൾ ഇവരെ വിളിച്ച് ശാസിച്ചു കഴിയുമ്പോൾ റൂബൻ്റെയും ഗാദിൻ്റെയും ആളുകൾ വന്ന് പറയുകയാണ്, ഞങ്ങൾ വിഗ്രഹാരാധനയിലേക്ക് പോയതല്ല, വാഗ്ദത്ത പേടകത്തിന് മുമ്പിൽ ബലിയർപ്പണം നടത്തുന്നതിൻ്റെ പ്രതീകമായി ഞങ്ങൾ ബലിപീഠമുണ്ടാക്കി ബലി അർപ്പണം നടത്തുകയാണ് ചെയ്തത്. ഒരു വിധത്തിലും ഞങ്ങൾ ഇസ്രായേലിൻ്റെ കൂട്ടായ്മയിൽ നിന്ന് സർവ ലോക രക്ഷകനായ ദൈവത്തിൽ നിന്ന് അകന്ന വിഗ്രഹാരാധനയിലേക്ക് പോവുകയല്ല ചെയ്തത് എന്ന് പറയുന്നുണ്ടായി. ഇസ്രായേൽ ജനത്തിന് ബലിയർപ്പിക്കുമ്പോൾ ഓരോ ബലിയിലും ഉപ്പ് ഉണ്ടായിരിക്കണമെന്ന് നിയമമുണ്ട്. എന്തുകൊണ്ടാണ് ഉപ്പ് ഒരു നിർബന്ധ ഘടകമായി മാറിയത് എന്ന് ചിന്തിക്കേണ്ടതായിരുന്നു. പഴയ നിയമത്തിലെ ബലിയർപ്പണത്തിൽ 4 ഘടകങ്ങൾ ഉണ്ടായിരുന്നു. 1 മനുഷ്യൻ, 2 മൃഗം, 3 ധാന്യം അല്ലെങ്കിൽ വീഞ്ഞ് അല്ലെങ്കിൽ എണ്ണ, 4 ഉപ്പ്. ഈ 4 ഘടകങ്ങൾ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം ഓരോ ബലിയർപ്പണത്തിലും. അതിൻ്റെ കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്, മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നപ്പോൾ ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധവും, മനുഷ്യനുമായിട്ടുള്ള ബന്ധവും, മനുഷ്യനും പ്രപഞ്ചവുമായിട്ടുള്ള ബന്ധവും തകർന്നു. കായൻ ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണ്. പാപം ചെയ്ത ആദവും ഹവ്വയും ദൈവത്തിൽ നിന്ന് ഓടി മാറുകയാണ്, ഒളിച്ചിരിക്കുകയാണ്. ദൈവം ആദത്തോടും ഹവ്വയോടും പറഞ്ഞു, ഭൂമി നിങ്ങൾക്ക് മുള്ളും മുൾച്ചെടികളും ഉൽപ്പാദിപ്പിക്കും. നീ നിൻ്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കും. അപ്പോൾ ഭൂമി നിനക്ക് മുള്ളും മുൾച്ചെടികളുമാണ് ഉൽപ്പാദിപ്പിക്കുക. ദൈവവുമായിട്ടുള്ള ബന്ധം തകർന്നു കഴിയുമ്പോൾ പ്രപഞ്ചവുമായിട്ടുള്ള ബന്ധവും മനുഷ്യനും തമ്മിലുള്ള ബന്ധവും തകരുകയാണ്. ബലിയർപ്പണം കൊണ്ട് ഉദ്ദേശിക്കുക ദൈവവുമായി തകർന്നുപോയ ബന്ധം അനുരഞ്ജിപ്പിക്കുക എന്നുള്ളതാണ്. ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യൻ, ആ മനുഷ്യനും തമ്മിലുള്ള ബന്ധം
ഉരുക്കി ചേർക്കുക. പ്രപഞ്ചവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം തകർന്നു പോയത് പുനരുദ്ധരിക്കുക. ധാതുക്കൾ, മൃഗം, സസ്യം, മനുഷ്യർ, ഈ 4 വിഭാഗങ്ങളായിട്ടാണ് മാനവ പ്രപഞ്ചത്തെ കണ്ടിരുന്നത്. അപ്പോൾ ഈ 4 വിഭാഗത്തിൽ നിന്നും മനുഷ്യൻ ബലിയർപ്പിക്കുന്നവൻ, മൃഗം, ആട്, കാള എന്നെങ്കിലും മൃഗലോകത്തെ പ്രതിനിധീകരിക്കുന്നു. സസ്യലോകത്തെ പ്രതിനിധീകരിക്കുന്നതാണ് എണ്ണ, ധാന്യം. ഇവ ധാതുലോകത്തെ ബന്ധിപ്പിക്കുന്നതാണ് ഉപ്പ്. അപ്പോൾ ബലി അർപ്പിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ലഹ് കരീവ് എന്നതാണ്. കുർബാന ലഹ് കരീവ് എന്ന വാക്കിൽ നിന്നാണ് വരിക. ലഹ് കരീവ് എന്ന് പറഞ്ഞാൽ ആ വാക്കിൽ നിന്ന് തന്നെയാണ് ക്രോബേന്മാർ എന്ന വാക്ക് വരിക. ഖറബ്, ക്രോബേന്മാർ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തോട് ഏറ്റവും ചേർന്ന് ഒട്ടി നിൽക്കുന്നവർ എന്നാണ്. കുർബാന എന്ന വാക്ക് ഇതിൽ നിന്ന് വരുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുക ദൈവത്തിൽ നിന്ന് അകന്ന് ദൈവത്തോട് മറുതലിച്ച് പോയ മനുഷ്യനും മൃഗലോകവും സസ്യലോകവും ധാതുലോകവും ബലിയർപ്പണം വഴി ദൈവത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. ദൈവവുമായി അനുരഞ്ജനപ്പെടുന്നു. മാനവകുലവും ധാതുലോകവും സസ്യലോകവും ദൈവവും അകൽന്നു പോയത് അടുത്തേക്ക് വരും, ഒരുമിച്ച് കൂടും. അപ്പോൾ വിശുദ്ധ കുർബാന എന്നത് ദൈവത്തിൽ നിന്ന് അകന്നു പോയ മനുഷ്യൻ വീണ്ടും ദൈവത്തിലേക്ക് അടുത്തു വരുന്നു, അനുരഞ്ജനപ്പെടുന്നു എന്നുള്ളതാണ്. അതിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ഇന്നത്തെ സുവിശേഷത്തിലെ വിശുദ്ധ ഭാഗങ്ങൾ. അകന്നുപോയ ജനം, ചിതറിക്കപ്പെട്ട ജനം. ജനം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുക ഇസ്രായേൽ ജനമാണ്. മറ്റുള്ളവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുകയാണ് ചിതറിക്കപ്പെട്ട ജനം. അപ്പോൾ ദ ജ്യൂസ് ആൻഡ് ജെൻറ്റൈൽസ്, ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനവും അതല്ലാത്ത മാനവകുലവും, ഇവരെയെല്ലാം ഒരുമിപ്പിക്കുക, അവരെയെല്ലാം യോജിപ്പിക്കുക. ഇതിനു വേണ്ടിയിട്ട് ഒരുവൻ മരിക്കുന്നത് യുക്തമാകുന്നു എന്നാണ് പ്രധാന പുരോഹിതനായ കയ്യഫസ് അന്ന് പ്രവചിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാന ദൈവവുമായിട്ടും മാനവകുലവുമായിട്ടും പ്രപഞ്ചവുമായിട്ടും നമ്മെ അനുരഞ്ജനിപ്പിക്കുന്ന യേശുനാഥൻ്റെ കാൽവരിയിലെ ബലിയാണ്. നമ്മുടെ അനുരഞ്ജന ബലിയായിട്ട് ഇത് തീരണം. ദൈവവുമായിട്ട് മാത്രം ബന്ധം അനുരഞ്ജനപ്പെട്ടാൽ പോരാ. നമ്മുടെ കുടുംബത്തിൽ മാതാപിതാക്കളും മക്കളുമായിട്ട് അയൽക്കാരുമായിട്ട് മൃഗലോകവുമായിട്ട് നമുക്ക് അകൽച്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരികെ കൊണ്ടുവന്ന് സ്നേഹം ഊട്ടിയുറപ്പിച്ച് യോജിപ്പിലേക്ക് വരുന്നതാണ് വിശുദ്ധ കുർബാന, നമ്മുടെ ഓരോ ബലിയർപ്പണവും. അപ്പോൾ നമുക്ക് ഈ ബലിയർപ്പണത്തിൽ എല്ലാവരുമായി അനുരഞ്ജനപ്പെടുവാനായിട്ട്, ദൈവവുമായിട്ട് ഞാൻ പാപം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ ആ ദൈവ മനുഷ്യ ബന്ധം ഉരുക്കി ഉറപ്പിക്കുവാൻ, ഞാനും എൻ്റെ സഹോദരങ്ങളും തമ്മിൽ, എൻ്റെ മാതാപിതാക്കളും മക്കളും തമ്മിൽ അകൽച്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ, മൃഗലോകം പോലും ഇതിനകത്ത് വരുന്നതാണ്. മൃഗങ്ങളോട് അനുകമ്പയും ആർദ്രതയും കാണിക്കുക, പ്രപഞ്ചത്തോട് സ്നേഹവും ആർദ്രതയും കാണിക്കുക. നമ്മളുടെ ഇക്കോളജിയൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. ഞാൻ ഭൂമിക്ക് അപാകത വരുത്തുന്ന എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതിൽ വിഷം കലർത്തുവാൻ പരിശ്രമിച്ചിട്ടുണ്ടോ? വിഷം കലർത്തി അതിൽ നിന്നും എന്തെങ്കിലും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുവാനായിട്ട് ഞാൻ പരിശ്രമിച്ചിട്ടുണ്ടോ? അതൊക്കെ പ്രപഞ്ചത്തോട് ചെയ്യുന്ന വലിയ തെറ്റുകളാണ്. പരിശുദ്ധ പിതാവിൻ്റെ ചാക്രിക ലേഖനത്തിലൊക്കെ അതാണ് ഏറ്റവും കൃത്യമായ രീതിയിൽ നമ്മെ പഠിപ്പിക്കുക. അപ്പോൾ ദൈവവുമായി അനുരഞ്ജനപ്പെടുവാൻ, സഹോദരങ്ങളുമായി അനുരഞ്ജനപ്പെടുവാൻ, പ്രപഞ്ചവുമായി അനുരഞ്ജനപ്പെടുവാൻ നമുക്ക് ആത്മാർത്ഥം കൊണ്ട് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.